A circular slab for a room of inside diameter 6.1 meter. ഓക്കെ, അപ്പോൾ റൂഫ് സ്ലാബ് സർക്കുലർ ആയിട്ടുള്ള റൂഫ് സ്ലാബ് ആണ് ഡിസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ തന്നിട്ടുള്ള അതിന്റെ ഡീറ്റെയിൽസ് ആണ്. സർക്കുലർ റൂഫ് സ്ലാബ് ഫോർ എ റൂം ഓഫ് ഇൻസൈഡ് ഡയമീറ്റർ, അതായത് ക്ലിയർ ഡയമീറ്റർ. ഓക്കെ, വാൾ ടു വാൾ ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ആ ഇന്നർ ഉള്ളിൽ വരുന്ന ആ ഡയമീറ്റർ ആണ് ഇപ്പൊ തന്നിട്ടുള്ള 6.1 മീറ്റർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ടേം ഇമ്പോർട്ടന്റ് ആണ്, ഈസ് പാർഷ്യലി റിസ്ട്രെയിൻഡ്. പാർഷ്യലി റിസ്ട്രെയിൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, പാർഷ്യലി ഫിക്സ്ഡ് ആൻഡ് കണ്ടീഷൻ ആണ്. പാർഷ്യൽ ഫിക്സ്ഡ് കണ്ടീഷനാണ് പാർഷ്യലി റിസ്ട്രെയിൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പൊ ഫുള്ളി റിസ്ട്രെയിൻഡ് എന്ന് പറയുകയാണെങ്കിൽ അത് ഫിക്സ്ഡ് ആൻഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, പാർഷ്യലി ഫിക്സ്ഡ്, പാർഷ്യലി റിസ്ട്രെയിൻഡ് എന്ന് പറയുമ്പോൾ അത് പാർഷ്യലി ഫിക്സ്ഡ് കണ്ടീഷൻ കറസ്പോണ്ടിങ് ആയിട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് പാർഷ്യലി റിസ്ട്രെയിൻഡ് ആണ് തന്നു. അറ്റ് ദ എഡ്ജസ് ഇറ്റ് ക്യാരീസ് എ സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് ഓഫ് 4 kN/m², ഇൻക്ലൂഡിംഗ് ദാറ്റ് ഓഫ് ഫിനിഷിംഗ്. ഓക്കെ, അപ്പോൾ ഇതിൽ വരുന്ന സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ്, അതായത് ലൈവ് ലോഡ് എന്ന് പറയുന്നത് 4 kN/m² ആണ്. ഫിനിഷിംഗ് ലോഡും കൂടി ചേർത്തിട്ടുള്ളതാണ്. നമ്മൾ മുന്നേ ചെയ്ത ക്വസ്റ്റ്യനിലൊക്കെ ഫിനിഷിംഗ് ലോഡ് സെപ്പറേറ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇൻ കേസ് വെറും സൂപ്പർ ഇമ്പോസ്ഡ് ലോഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫിനിഷിംഗ് ലോഡ് ആഡ് ചെയ്യാം. 0.6 kN/m² മുതൽ 1 kN/m² വരെ നിങ്ങൾക്ക് അസ്യൂം ചെയ്തിട്ട് എടുക്കാം. അപ്പൊ ഇവിടെ ഫിനിഷിംഗ് ലോഡ്, അതായത് ഫ്ലോർ ഫിനിഷ് ലോഡ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം കൂടി ചേർത്തിട്ടുള്ളതാണ് ഇപ്പൊ തന്നിട്ടുള്ള 4 kN/m² എന്ന് പറയുന്നത് ലൈവ് ലോഡ്. ഓക്കെ, യൂസ് M20 കോൺക്രീറ്റ് ആൻഡ് Fe415 steel. FCK വാല്യൂ 20 Nm/mm², FI വാല്യൂ 415 Nm/mm² ആണ്. ഇപ്പൊ ഗിവൺ ഡാറ്റ എഴുതി, ഡയമീറ്റർ ഓഫ് സ്ലാബ് ദാറ്റ് ഈസ് 6.1 മീറ്റർ, ക്ലിയർ സ്പാൻ ആണ്, ലൈവ് ലോഡ് പ്ലസ് ഫിനിഷ് ലോഡ് ആണ്, വെറും ലൈവ് ലോഡ് മാത്രമല്ല അത് തന്നിട്ടുണ്ട്. അപ്പോൾ സെപ്പറേറ്റ് നമ്മൾ വേറെ 1 kN/m² എന്ന് പറഞ്ഞ് അസ്യൂം ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ട കേസ് ഇല്ല, ഓൾറെഡി ഇൻക്ലൂഡഡ് ആണ്. ഇപ്പൊ ലൈവ് ലോഡ് പ്ലസ് ഫിനിഷ് ലോഡ് ഈസ് ഈക്വൽ ടു 4 kN/m², FCK 20 Nm/mm², FY 415 Nm/mm². ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ക്വസ്റ്റിൽ തന്നിട്ടുള്ളത്. അതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടേം, ഏത് എൻഡ് കണ്ടീഷൻ ആണ് വരുന്നത് എന്നുള്ളത് ക്വസ്റ്റിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായി. ഓക്കെ, സ്റ്റെപ്പ് 1, ഡെപ്ത് ഓർ തിക്നെസ് ഓഫ് സ്ലാബ്. L/D റേഷ്യോ 40 ആണ് നമ്മൾ എടുക്കുക സർക്കുലർ സ്ലാബിൽ. ഇപ്പൊ ഇവിടെ L എന്ന് പറയുന്നത് ക്ലിയർ സ്പാൻ എടുക്കാം, 6100, 6.1 മീറ്റർ എന്ന് പറയുമ്പോൾ 6100 mm ആണ്, ഡിവൈഡ് ബൈ 40 ചെയ്ത് കഴിഞ്ഞാൽ D നമുക്ക് കിട്ടും 152.5 mm എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ ഞാൻ റൗണ്ട് ചെയ്തിട്ട് അത് 160 mm എന്നുള്ള എടുത്തിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ 155 ആയിട്ട് റൗണ്ട് ചെയ്യാം. ഞാൻ ഇവിടെ 160 എടുത്തു. എഫക്റ്റീവ് കവർ ഡയറക്റ്റ് 25 എന്നുള്ള അസ്യൂം ചെയ്താൽ മതി. അതെങ്ങനെയാ വന്നിട്ടുള്ളത് എന്നുള്ള പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ജസ്റ്റ് 25 അസ്യൂം ചെയ്തിട്ട് 160 കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഓവറോൾ ഡെപ്ത് ഈസ് ഈക്വൽ ടു 160 + 25, ദാറ്റ് ഈസ് 185 mm എന്നുള്ള രീതിയിൽ കിട്ടും. ഓക്കെ, D ഈസ് ഈക്വൽ ടു 185 mm. Step 2, effective span. Since the thickness of the support is not given, effective span is equal to, thicknessന്റെ കാര്യങ്ങളൊന്നും തന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ എഫക്റ്റീവ് സ്പാൻ കണ്ടുപിടിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ഒരു സപ്പോർട്ടിന്റെ തിക്നെസ് നിങ്ങൾക്ക് അസ്യൂം ചെയ്യാം. ഓക്കെ, അസ്യൂം തിക്നെസ് ഓഫ് സപ്പോർട്ട് ഈസ് ഈക്വൽ ടു 250 mm അല്ലെങ്കിൽ 300 mm അസ്യൂം ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാം. എന്നിട്ട് രണ്ടും നമ്മൾ യൂഷ്വലി ചെയ്യുന്ന പോലെ കമ്പയർ ചെയ്തിട്ട് ഏതാണ് അഡോപ്റ്റ് ചെയ്യുന്നതെന്ന് വേണമെങ്കിൽ എഴുതി കാണിക്കാം. ഇവിടെ ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല, ഡയറക്റ്റ് തന്നെ ക്ലിയർ സ്പാൻ പ്ലസ് എഫക്റ്റീവ് ഡെപ്ത് എന്നുള്ള രീതിയിൽ തന്നെ പോവാണ്. ക്ലിയർ സ്പാൻ 6.1 മീറ്റർ ആണ്, ആൻഡ് എഫക്റ്റീവ് ഡെപ്ത് ഞാൻ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് 160 mm. ഓക്കെ, ദാറ്റ് ഈസ് 0.16 മീറ്റർ. ഇപ്പൊ നിങ്ങൾ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത് 155 ആണെങ്കിൽ 0.155 ആണ് ഇതിന്റെ കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ എഫക്റ്റീവ് സ്പാൻ കിട്ടുന്നത് എനിക്ക് 6.26 മീറ്റർ ആണ്. ഓക്കെ, റേഡിയസ് R എന്ന് പറയുന്നത് എഫക്റ്റീവ് സ്പാനിന്റെ ഹാഫ് ആണ്, ദാറ്റ് ഈസ് 6.26/2, 3.13 മീറ്റർ ആണ് റേഡിയസ് കിട്ടുക. ഓക്കെ, സ്റ്റെപ്പ് 3, ലോഡ് കാൽക്കുലേഷൻസ്. ലൈവ് ലോഡ് പ്ലസ് ഫിനിഷ് ലോഡ് ആണ് നമുക്ക് 4 kN/m² തന്നിട്ടുള്ളത്. അപ്പൊ അത് 4 kN/m² എഴുതി. സെൽഫ് വെയിറ്റ് എന്ന് പറയുന്നത് 25 × D. ഓക്കെ, 25 × B × D എന്ന് എഴുതാണെന്നില്ല, B 1 മീറ്റർ ആയതുകൊണ്ട് 25 × D എഴുതിയാൽ മതി. അപ്പൊ നമുക്ക് ആ ആൻസറും kN/m² എന്നുള്ള രീതിയിൽ തന്നെ എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഇവിടെ D എന്ന് പറയുന്നത്
185 ഓവറോൾ ഡെപ്ത് ആണ് 185 mm ആണ്, ദാറ്റ് ഈസ് 0.185 മീറ്റർ ആണ്. അപ്പോൾ സെൽഫ് വെയിറ്റ് ഈസ് ഈക്വൽ ടു 25 into d, ദാറ്റ് ഈസ് 4.625 kN/m² കിട്ടും. ഈ ഒരു പർട്ടിക്കുലർ സ്ലാബിന്റെ നമ്മൾ എടുത്തിരിക്കുന്ന ഓവറോൾ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് സെൽഫ് വെയിറ്റ് 4.625 ആണ്. അപ്പോൾ ടോട്ടൽ ലോഡ് എന്ന് പറയുന്നത് 4 + 4.625, ദാറ്റ് ഈസ് ടോട്ടൽ ലോഡ് W ഈക്വൽ ടു 8.625 kN/m² എന്ന് പറഞ്ഞു. ഫാക്ടേർഡ് ലോഡ് W എന്ന് പറയുന്നത് ഈ ടോട്ടൽ ലോഡിന് 1.5 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താണ് 12.9375 kN/m². നെക്സ്റ്റ് സ്റ്റെപ്പ് 4, ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് ആൻഡ് ഷിയർ ഫോഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം നമുക്ക് ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് എടുക്കാം. ഫാക്ടേർഡ് ബെൻഡിങ് മൊമെന്റ് സപ്പോർട്ടിലും സെന്ററിലും ഉണ്ട്. ഓക്കെ, സപ്പോർട്ടിൽ MR Mθ വാല്യൂ ഉണ്ട്, അതായത് റേഡിയൽ മൊമെന്റ് സർക്കംഫറൻഷ്യൽ മൊമെന്റും ഉണ്ട്. സെന്ററിലും അതുപോലെ തന്നെ ഉണ്ട്. സെന്ററിലും സപ്പോർട്ടിലും MR Mθ വാല്യൂ, റേഡിയൽ മൊമെന്റ് ആൻഡ് സർക്കംഫറൻഷ്യൽ മൊമെന്റ് ഉണ്ട്. അത് നമുക്ക് സെന്റർ ഓഫ് ദ സ്പാനിൽ എടുക്കാം. സെന്റർ ഓഫ് ദ സ്പാനിൽ MR Mθ വാല്യൂ സെയിം ആണ്. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു മെഷ് പോലെ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. രണ്ടും ഒരേ ഡയമീറ്ററിൽ ഒരേ സ്പേസിംഗിൽ കൊടുക്കുന്നത് അതുകൊണ്ടാണ്. MR = Mθ = 2WR²/16. ഓക്കെ, അപ്പം പാർഷ്യലി റിസ്ട്രെയിൻഡ് എൻഡ് കണ്ടീഷൻ വരുന്ന അല്ലെങ്കിൽ പാർഷ്യലി ഫിക്സ്ഡ് കണ്ടീഷൻ വരുമ്പോൾ ഉള്ള MR Mθ ഇക്വേഷൻ വേണം എടുക്കാനായിട്ട്. ഓക്കെ, അപ്പൊ ആ കണ്ടീഷൻ പ്രകാരം 2WR²/16 ആണ്. അപ്പൊ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 into W കിട്ടിയിട്ടുള്ള 12.9375 ആണ്, into R 3.13² R². ഓക്കെ, ഡിവൈഡ് ബൈ 16 ചെയ്താൽ 15.84 kN/m കിട്ടും. MR and Mθ at support, MR and Mθ at center. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ അറ്റ് സപ്പോർട്ട് നോക്കുകയാണെങ്കിൽ സപ്പോർട്ടില് നിങ്ങൾക്ക് റേഡിയൽ മൊമെന്റ് നെഗറ്റീവ് ആണ്, അതായത് ഫോഗിങ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ റീഇൻഫോഴ്സ്മെന്റ് ടോപ്പിലായിരിക്കും MR-ന് കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയൽ ഡയറക്ഷനിൽ കൊടുക്കുക. ഓക്കെ, അപ്പൊ MR-ന്റെ വാല്യൂ, അതായത് റേഡിയൽ മൊമെന്റ് വാല്യൂ മൈനസ് ആണ്, Mθ വാല്യൂ പ്ലസ് ആണ്. അപ്പം അത് ബോട്ടത്തിൽ തന്നെ നമ്മൾ സിംപ്ലി സപ്പോർട്ടിന്റെ കേസിൽ കൊടുത്ത പോലെ തന്നെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ MR = -WR²/16, ദാറ്റ് ഈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ MR-ന്റെ വാല്യൂ -7.92 kN/m കിട്ടി. Mθ വാല്യൂ WR²/16, ഇത് പ്ലസിലാണ് വാല്യൂ. ഓക്കെ, അപ്പോൾ 7.92 kN/m എന്നുള്ള രീതിയിൽ കിട്ടും. ഇനി അടുത്തത് ഷിയർ ഫോഴ്സും കൂടി കണ്ടുപിടിക്കണം. ഫാക്ടേർഡ് ഷിയർ ഫോഴ്സ് VR = W into R, WR എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പോൾ 12.9375 into 3.13 സപ്പോർട്ടിലുള്ള ഷിയർ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണിത്. ഓക്കെ, അപ്പോൾ 40.49 kN എന്ന് പറഞ്ഞ് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് ആണ്. ചെക്ക് ഫോർ എഫക്റ്റീവ് ഡെപ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് MU ലിമിറ്റും നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ള മൊമെന്റ്സും തമ്മിൽ കമ്പയർ ചെയ്യാം. MU ലിമിറ്റ് ആയിരിക്കണം കൂടുതലായിട്ട് ഉണ്ടാവേണ്ടത്. MU ലിമിറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത് ഓഫ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഡെപ്ത് ഇൻക്രീസ് ചെയ്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം MU ലിമിറ്റ് 0.138 FCK/BD² നമുക്കറിയാം. FY415 കറസ്പോണ്ടിങ് ആയിട്ട് MU ലിമിറ്റിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 0.138 FCK/BD² ആണ്. അപ്പൊ നിങ്ങൾ ആ സ്റ്റീലിന്റെ ഗ്രേഡും കൂടെ നോക്കിയിട്ട് വേണം 0.138 ആണോ 0.148 ആണോ 0.133 ആണോ എടുക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പം 0.138 FCK20 B1000 D² 160² ചെയ്ത് കഴിഞ്ഞാൽ 70.656 kN/m എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നോക്കാം, MR Mθ വാല്യൂസ് നോക്കാം. MR Mθ 15.84, സപ്പോർട്ടിൽ 7.92 ആണ്. അതായത് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള 70.656 വാല്യൂവിനേക്കാളും എത്രയോ കുറവാണ് അല്ലെ. MR and Mθ at support and center of span is less than MU limit. Okay, MU ലിമിറ്റിനേക്കാളും കുറവാണ് MR and Mθ സപ്പോർട്ടിലും സെന്ററിലും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത് ഓക്കെയാണ്. ഹെൻസ് അഡോപ്റ്റഡ് ഡെപ്ത് ഈസ് സെയിം. ഓക്കെ, MU ലിമിറ്റ് കൂടുതലായതുകൊണ്ട് നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്ന ഡെപ്ത് ഓക്കെയാണ്. അപ്പം നമുക്ക് ഡിസൈൻ ചെയ്യുമ്പോൾ അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ ആയിട്ടും നമുക്ക് കൊടുക്കാം അല്ലെ. സോ വി ക്യാൻ ഡിസൈൻ ദ സെക്ഷൻ ആസ് അണ്ടർ റീഇൻഫോഴ്സ് സെക്ഷൻ. അപ്പം സ്റ്റെപ്പ് 5 ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് 6 എന്ന് പറയുന്നത് MR Mθ കറസ്പോണ്ടിങ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്യാം. ഓക്കെ, അറ്റ് സപ്പോർട്ട് ആൻഡ് അറ്റ് ദ സെന്റർ ഓഫ് സിസ്റ്റം. ഓക്കെ, സ്റ്റെപ്പ് 6 ഡിസൈൻ ഓഫ് സ്റ്റീൽ ഫോർ MR and Mθ. ആദ്യം നമുക്ക് MR Mθ കറസ്പോണ്ടിങ് ആയിട്ട് സെന്ററിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റ് മെഷായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ അറ്റ് സെന്റർ. ഓക്കെ, സെന്ററിൽ MR Mθ = 15.84 kN/m ആണ്. അപ്പം ഇവിടെ ഞാൻ ഇവിടെ അസ്യൂം ചെയ്യാണ് 10 mm
ഡയമീറ്റർ ഉള്ള റീഇൻഫോഴ്സ്മെന്റ് ആണ് എടുക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അസ്യൂം ഡയമീറ്റർ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ആസ് 10 mm ഡയമീറ്റർ. ഓക്കെ, അല്ലെങ്കിൽ അസ്യൂം റീഇൻഫോഴ്സ്മെന്റ് ടു ബി പ്രൊവൈഡഡ് ആസ് 10 mm diameter reinforcement. Reinforcement are provided in the form of mesh. Okay, അപ്പോൾ മെഷ് ആയിട്ടാണ് നമ്മൾ MRM തീറ്റ സെന്ററിൽ വരുന്ന MRM തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇപ്പോൾ എഫക്റ്റീവ് ഡി ഫോർ ബോട്ടം ലെയർ ഓഫ് സ്റ്റീൽ 160 mm നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചതാണ്. ഇനി ടോപ്പ് ലെയർ ഓഫ് സ്റ്റീൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പൊ 10 mm ഡയമീറ്റർ ആണെങ്കിൽ ഇപ്പം ഏറ്റവും ടോപ്പ് നിന്ന് ആ സ്ലാബിന്റെ ടോപ്പ് നിന്ന് താഴത്തെ റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് 160. അപ്പം ആ താഴത്തെ ലെയറിലുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഹാഫ് മൈനസ് ചെയ്യണം. ടോപ്പ് ലെയറിലെ റീഇൻഫോഴ്സ്മെന്റിന്റെ ഹാഫ് മൈനസ് ചെയ്താലാണ് നമുക്ക് ടോപ്പ് ലെയറിലുള്ള റീഇൻഫോഴ്സ്മെന്റ് സെന്ററിലേക്കുള്ള ഡി കിട്ടുക. അപ്പോൾ അത് ഡി ഫോർ ടോപ്പ് ലെയർ ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു 160 മൈനസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 10 അസ്യൂം ചെയ്തുകൊണ്ട് 10/2 മൈനസ് 10/2. ഓക്കെ, ദാറ്റ് ഈസ് 150 mm. നിങ്ങൾക്ക് വേണമെങ്കിൽ 8 mm അസ്യൂം ചെയ്യാൻ കുഴപ്പമില്ല. അപ്പൊ അതിനനുസരിച്ചുള്ള സ്പേസിംഗ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക എന്ന് മാത്രം. അപ്പൊ 160 മൈനസ് 10/2 മൈനസ് 10/2 ദാറ്റ് ഈസ് 150 mm എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ ആവറേജ് ഡി എന്ന് പറയുന്നത് 160 പ്ലസ് 150/2 ദാറ്റ് ഈസ് 155 mm. ഓക്കെ, mu വാല്യൂ ഈ ഇക്വേഷൻ ആണ്. അതിപ്പോ അണ്ടർ റീഇൻഫോഴ്സ്ഡ് കറസ്പോണ്ടിങ് ആയിട്ട് mu വാല്യൂന്റെ ഇക്വേഷൻ ആണ്. അപ്പൊ അതില് നമുക്ക് എല്ലാ വാല്യൂസും അറിയാം, AST ഒഴികെ. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് AST വാല്യൂ കിട്ടും. mu എന്ന് പറയുന്ന 15.84 into 10⁶, 0.87 FY 415 AST into D 155 ആവറേജ് D ആണ്, into 1 minus FY 415 AST divided by B 1000 D 155 FCK 20. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ വരും. 15.84 into 10⁶ is equal to 55,962.75 AST minus 7.49 AST square. അപ്പം കാൽക്കുലേറ്ററിൽ ഇക്വേഷൻ എടുത്ത് ഡിഗ്രി എടുത്ത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 294.66 mm സ്ക്വയർ എന്ന് വരും AST വാല്യൂ. ഇനി മിനിമം ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് ചെക്ക് ചെയ്യണം. ചെക്ക് ഫോർ മിനിമം AST മിനിമം ഈസ് ഈക്വൽ ടു 0.12% ഓഫ് DD ആണ്. D എന്ന് പറയുന്ന ഓവറോൾ ഡെപ്ത് ആണ്. 0.12/100 into B 1000 D 185 ദാറ്റ് ഈസ് 222 mm സ്ക്വയർ എന്നുള്ള രീതിയിൽ കിട്ടും AST മിനിമം. ഓക്കെ, അപ്പൊ ഇവിടെ AST നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ളത് AST മിനിമത്തിനേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇത് തന്നെ റിക്വയർഡ് AST എന്നുള്ള രീതിയിൽ 294.66 mm സ്ക്വയർ ആണെന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ AST റിക്വയർഡ് ഈസ് ഗ്രേറ്റർ ദാൻ AST മിനിമം 220ക്കാളും കൂടുതലാണ്. ഓക്കെ ആണ്, ഹെൻസ് ഓക്കെ. അപ്പൊ നമുക്ക് ഇതുമായിട്ട് തന്നെ മുന്നോട്ട് പോവാം. അപ്പൊ ഈ ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് തന്നെ ഈ ഒരു AST കിട്ടാൻ വേണ്ടിയിട്ട് എത്ര സ്പേസിംഗ് കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. അപ്പൊ സ്പേസിംഗ് S is equal to 1000 AS by AST. 1000 എന്ന് പറയുന്നത് B ആണ്. സ്ലാബിന്റെ കേസിൽ നമ്മൾ B എന്നുള്ളത് 1 മീറ്റർ എന്നുള്ള രീതിയിൽ എടുക്കുന്നതുകൊണ്ടാണ് 1000 ഇട്ടത്. ഫൗണ്ടേഷന്റെ കേസിലൊക്കെ ചെയ്യുമ്പോൾ ആ ഓരോ കേസിലും വരുന്ന B തന്നെയാണ് എടുക്കുക ആക്ച്വൽ വരുന്നത്. ഓക്കെ, BAS by AST എന്നുള്ളതാണ് ആക്ച്വൽ ഇക്വേഷൻ. സ്ലാബില് B 1000 ആയതുകൊണ്ടാണ്, അതായത് 1 മീറ്റർ ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. ഓക്കെ, 1000 into AS എന്ന് പറയുന്ന 10 mm ബാർ യൂസ് ചെയ്തുകൊണ്ട് 5 into 10 square divided by 4 ആണ് AS, അതായത് ക്രോസ് സെക്ഷൻ ഓഫ് 10 mm ഡയമീറ്റർ ബാർ ഡിവൈഡ് ബൈ AST 294.6 ചെയ്ത് കഴിഞ്ഞാൽ 266.5 mm എന്നുള്ള രീതി കിട്ടും. അപ്പൊ നിങ്ങൾക്ക് ഇത് റൗണ്ട് ചെയ്തിട്ട് 260 mm സ്പേസിംഗ് ആയിട്ട് എടുക്കാം. ഞാനിവിടെ 250 ആണ് എടുത്തിരിക്കുന്നത്. 250 എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ 250 വരെ നമുക്ക് സ്പേസിംഗ് എന്നുള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്യാം. ഇനി ഞാനിവിടെ ചെക്ക് ചെയ്യാണ്, ചെക്ക് ഫോർ മാക്സിമം സ്പേസിംഗ്. ഈ സ്പേസിംഗ് ഓക്കെ ആണോ എന്നുള്ളത്. ഇപ്പൊ മെയിൻ ബാസ് ആവുമ്പോൾ സ്പേസിംഗിന്റെ ചില കേസസ് ഉണ്ട്. ഒന്നിപ്പോ നമുക്ക് ഇക്വേഷൻ പ്രകാരം കിട്ടുന്നത്, ഓക്കെ, അതായത് ആ ASTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്നത്. രണ്ടാമത്തെ 3 into D ആണ് മെയിൻ ബാസ് ആകുമ്പോൾ. ഓക്കെ, D എന്ന് പറയുന്ന എഫക്റ്റീവ് ഡെപ്ത് ആണ്. മൂന്നാമത്തത് 300 mm. ഓക്കെ, സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. ഫസ്റ്റ് വൺ 250 mm, രണ്ടാമത്തത് 3 into D, 3 into 160 ദാറ്റ് ഈസ് 480 mm, മൂന്നാമത്തെ 300 mm. ഇവിടെ D നമുക്ക് നമ്മൾ കണ്ടുപിടിക്കുന്ന എഫക്റ്റീവ് ഡെപ്ത് തന്നെ കൊടുക്കാം. നമ്മൾ ആ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന എഫക്റ്റീവ് ഡെപ്ത് തന്നെ കൊടുക്കാം. ഓക്കെ, ഇപ്പൊ 250, രണ്ടാമത്തെ 480, 300, ചെറുത് 250 mm തന്നെയാണ്. Therefore, provide 10 mm dia bars at 250 mm center to center spacing in the form of mesh both direction. ഓക്കെ, അപ്പം 10 mm ബാർ ആണ് നമ്മൾ ആ സെന്ററിൽ വരുന്ന MRM തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ രണ്ട് ഡയറക്ഷനിലും കൊടുക്കേണ്ട സ്പേസിംഗ് എന്ന് പറയുന്നത് 250 mm ആണ്. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് 260 ആണ് 260. ഓക്കെ, അപ്പൊ ഒരു മെഷ് പോലെ 10 mm ബാർ ഫുള്ളായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യും സെന്ററിൽ വരുന്ന MR and M തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട്. ഓക്കെ,
ഇനി AST പ്രൊവൈഡഡ് എന്ന് പറയുമ്പോൾ 100 AS ബൈ സ്പേസിംഗ് എന്നുള്ളതാണ്. അപ്പം 100 AS ബൈ AST ആണ് നമ്മുടെ സ്പേസിംഗ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പൊ അതിൽ ഈ ASTന്റെ സ്ഥാനത്ത് സ്പേസിംഗ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിക്വയർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ആ പ്രൊവൈഡ് ചെയ്യുന്ന AST നമുക്ക് കിട്ടും. AST പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1000 ഇൻറ്റു 5 ഇൻറ്റു 10 സ്ക്വയർ ഡിവൈഡ് ബൈ 4 AS സ്പേസിംഗ് 250 ആണ് ഞാൻ എടുത്തത്. അപ്പോൾ എനിക്ക് അതിനനുസരിച്ചുള്ളതായിരിക്കും. അപ്പൊ നിങ്ങൾ 260 ആണെങ്കിൽ 202 സംതിങ് ആ രീതിയിലായിരിക്കും വാല്യൂ. ഓക്കെ, അപ്പോൾ AST പ്രൊവൈഡ് ഈസ് ഈക്വൽ ടു 314.15 mm². അപ്പൊ MR-MTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയി. ഇനി സപ്പോർട്ടിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റ്, സപ്പോർട്ടിൽ വരുന്ന MR-MTക്ക് കറസ്പോണ്ടിങ് ആയിട്ട് റേഡിയൽ ഡയറക്ഷനിലും സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും. അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, സപ്പോർട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ അതത് ഡയറക്ഷനിൽ തന്നെയാണ് കൊടുക്കുക. സർക്കംഫറൻഷ്യൽ ആയിട്ട് വരുന്ന മൊമെന്റ് ആണെങ്കിൽ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലും, റേഡിയൽ ഡയറക്ഷനിൽ വരുന്ന മൊമെന്റ് ആണെങ്കിൽ നമ്മൾ റേഡിയൽ ഡയറക്ഷനിലും തന്നെയാണ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, സെന്ററിൽ മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിരുന്നു അല്ലെ. പ്രൊവൈഡ് 10 mm ഡയാബാസ് at 250 mm സെന്റർ സ്പേസിംഗ് ദ ഫോം ഓഫ് മെഷ് രണ്ട് ഡയറക്ഷനിലും. ഇനി നെക്സ്റ്റ് സപ്പോർട്ട്. അപ്പൊ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ രണ്ട് ബെൻഡിങ് മൊമെന്റ് ഉണ്ട്, റേഡിയൽ ബെൻഡിങ് മൊമെന്റും അതുപോലെ തന്നെ സർക്കംഫറൻഷ്യൽ ബെൻഡിങ് മൊമെന്റും ഉണ്ട്. റേഡിയൽ ബെൻഡിങ് മൊമെന്റ് നെഗറ്റീവ് ആണ്, അപ്പം അതിനനുസരിച്ച് നമ്മൾ ടോപ്പിലാണ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കേണ്ടത്. ഓക്കെ, നെഗറ്റീവ് എന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് പറഞ്ഞാൽ അവിടെ ഉണ്ടാവുന്നത് ഫോഗിങ് ബെൻഡിങ് മൊമെന്റ് ആണ് സപ്പോർട്ടിലേക്ക്. അപ്പൊ ടെൻഷൻ സോണ് ടോപ്പിലായിരിക്കും. അപ്പൊ ടോപ്പിലാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, റേഡിയൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്. സർക്കംഫറൻഷ്യൽ പ്ലസ് തന്നെയാണ്, അപ്പം ബോട്ടം സോണിൽ തന്നെയാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതായത് സാഗിങ് ബെൻഡിങ് മൊമെന്റ് തന്നെയാണ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്ക് സപ്പോർട്ടിലുള്ള കേസിൽ ഫസ്റ്റ് റേഡിയൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട്, അതായത് നെഗറ്റീവ് റേഡിയൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഓക്കെ, അപ്പം രണ്ട് ബെൻഡിങ് മൊമെന്റുകൾ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചല്ലോ. അതായത് സെന്ററിൽ MR-MTക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കണ്ടുപിടിച്ചു. ഇനി രണ്ട് മൊമെന്റ്സ് ആണുള്ള, സപ്പോർട്ടിലുള്ള റേഡിയൽ മൊമെന്റും സർക്കംഫറൻഷ്യൽ മൊമെന്റും. അപ്പൊ അതിൽ ആദ്യം റേഡിയൽ മൊമെന്റ് ആണ്. അപ്പൊ നമുക്ക് ഈ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യാം. MU ഈക്വൽ ടു 0.87 AST into D into 1 minus AST FI divided by BD FCK എന്നുള്ളതാണ് ഇക്വേഷൻ. അപ്പം നിങ്ങൾക്കറിയാം MR അതായത് നെഗറ്റീവ് റേഡിയൽ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് -7.92 ആണ് kN/m. ഓക്കെ, അപ്പൊ അത് നമുക്കറിയാം. അതുപോലെ ഡി എന്ന് പറയുന്നത് ഈ കേസിൽ ഇപ്പൊ നമ്മൾ ഈ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ടോപ്പിലാണല്ലോ അല്ലെ. ടോപ്പിലാണ് ഈ റീഇൻഫോഴ്സ്മെന്റ് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമ്മുടെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഏകദേശം 160 തന്നെയാണ് വരിക. ബോട്ടത്തു നിന്നാണ് നമ്മൾ എടുക്കുക. ബോട്ടത്തു നിന്ന് ടോപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, അപ്പൊ കവറും കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ എടുത്തതുപോലെ തന്നെയാണ് വരിക. അപ്പം 160 തന്നെയാണ് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ വരിക. അതായത് ടെൻഷൻ സോണിലെ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ്, കംപ്രഷൻ സോണിൽ നിന്ന് ടെൻഷൻ സോണിന്റെ റീഇൻഫോഴ്സ്മെന്റിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ ശരിക്കും എഫക്റ്റീവ് ഡെപ്ത് ആയിട്ട് നമ്മൾ എടുക്കുക. അപ്പൊ ഇത് ടോപ്പിൽ നമ്മൾ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് ഡി എന്ന് പറയുന്നത് നെഗറ്റീവ് റേഡിയൽ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് 160 mm തന്നെയാണ് വരിക. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നമുക്ക് AST കാൽക്കുലേറ്റ് ചെയ്യാം. MUന്റെ സ്ഥാനത്ത് MR കൊടുക്കാം, അതായത് 7.92 into 10⁻⁶. ഇവിടെ നെഗറ്റീവ് സൈൻ കൊടുക്കേണ്ട കാര്യമില്ല, നമുക്ക് പോസിറ്റീവിൽ തന്നെ ഇട്ടിട്ട് AST വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ടോപ്പിൽ കൊടുത്താൽ മതി. ഓക്കെ, അതാണ് നെഗറ്റീവ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നതിന്റെ കാര്യം. അതാണ് ഫോഗിങ് ബെൻഡിങ് മൊമെന്റ് ആണ്. ഫോഗിങ് ബെൻഡിങ് മൊമെന്റ് ആണെങ്കിൽ റീഇൻഫോഴ്സ്മെന്റ് ടോപ്പിലാണ് കൊടുക്കുന്നത്, ടെൻഷൻ വരുന്ന സോണിൽ. ഓക്കെ, അപ്പൊ 7.92 into 10⁻⁶ is equal to 0.87 into 415 into AST into 160 into 1 minus AST FI divided by BD FCK. ഇപ്പൊ എല്ലാ വാല്യൂസും കൊടുത്തു. D 160, ഓക്കെ, FI 415, B 1000, FCK 20. അപ്പൊ അതിനനുസരിച്ച് വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ഓക്കെ, 7.92 into 10⁻⁶ is equal to 57768 AST minus 7.49 AST square. ഓക്കെ, അതിപ്പോ സൈഡിലേക്ക് നമുക്ക് കൊണ്ടുവരുമ്പോൾ 7.49 എന്നുള്ള പ്ലസ് ആവും, ഈ ടേം മൈനസ് ആവും. ഓക്കെ, ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST is equal to 139.627 mm² എന്നുള്ളത് കിട്ടും. AST മിനിമം നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരുന്നു, 222 mm² ആണ്. അപ്പൊ AST റിക്വയർഡ് എന്ന് പറയുന്നത് AST മിനിമത്തിനേക്കാളും കുറവാണ്. അതുകൊണ്ട് തന്നെ AST റിക്വയർഡ് എന്നുള്ളത് 222 നമ്മൾ എടുക്കേണ്ടി വരും. ഓക്കെ, റിക്വയർഡ് എന്നുള്ളത് മിനിമം ആക്കി നമ്മൾ എടുക്കണം. Therefore take AST required is equal to 222 mm² എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഞാനിവിടെ 10 mm ബാർ തന്നെ നേരത്തെ പോലെ തന്നെ അസ്യൂം ചെയ്യണം. അസ്യൂമിങ് 10 mm ഡയാബാസ്, സ്പേസിംഗ് എന്ന് പറയുന്നത്
എസ് ഈസ് ഈക്വൽ ടു 1000 AS by AST. ഇവിടെ AS എന്ന് പറയുന്നത് 10 mm ക്രോസ് സെക്ഷണൽ ഏരിയ ആണ്. അപ്പോൾ 1000 into 5 into 10 square divided by 4 divided by 222. ഓക്കെ, AST എന്ന് പറയുന്നത് AST റിക്വയർഡ് നമ്മൾ 222 ആണ് എടുക്കുന്നത്. അപ്പോൾ ചെയ്യുമ്പോൾ 353.78 mm എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പോൾ അത് റൗണ്ട് ചെയ്തിട്ട് 350 എന്നുള്ള രീതിയിൽ ഞാൻ എടുക്കുവാണ് സ്പേസ്. ഓക്കെ, എന്നാൽ ഇത് ഉറപ്പിക്കാനായിട്ടുള്ള സ്പേസിംഗിന്റെ ചെക്ക് ചെയ്യാനുണ്ട്. ചെക്ക് ഫോർ മാക്സിമം സ്പേസിംഗ്. സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. അല്ലെ, ഈ 3 വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഏതാണോ ചെറുത് ആ വാല്യൂവിനേക്കാളും കൂടാൻ പാടില്ല എന്നുള്ളതാണ് സ്പേസ്. അപ്പം ഫസ്റ്റ് വൺ 350 ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചത്. പിന്നെ 3 into D, കാരണം ഇത് മെയിൻ റീഇൻഫോഴ്സ്മെന്റ് തന്നെയാണ്, വെന്നി മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പൊ 3 into D തന്നെയാണ് അവിടെ സ്പേസിംഗ് എടുക്കേണ്ടത്. അപ്പൊ 3 into 160 ദാറ്റ് ഈസ് 480 mm. മൂന്നാമത്തെ 300 mm കൂടാൻ പാടില്ല എന്നുള്ളതാണ്. ഇതിൽ ചെറുത് 300 ആണ്. therefore adopt 300 mm spacing. Okay, provide 10 mm dia bars at 300 mm center to center. So AST provided എന്ന് പറയുന്നത് 1000 AS by spacing ചെയ്ത് കഴിഞ്ഞാൽ ഇത്രയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 261.799 mm² ആണ്. ഇനി അടുത്തത് AST ഫോർ സർക്കംഫറൻഷ്യൽ മൊമെന്റ് ആണ്. അപ്പം സർക്കംഫറൻഷ്യൽ മൊമെന്റ് ആകുമ്പോൾ സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലാണ്. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച ഈ 10 mm ഡയാബാസ് അറ്റ് 300 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് എന്ന് പറയുന്നത് റേഡിയൽ ഡയറക്ഷനിലാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഇവിടെ സർക്കംഫറൻഷ്യൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ സർക്കംഫറൻഷ്യലി പ്രൊവൈഡ് ചെയ്യേണ്ട റീഇൻഫോഴ്സ്മെന്റ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. സെക്കൻഡ് കേസ്, അതായത് സപ്പോർട്ടിൽ വരുന്നതിൽ സെക്കൻഡ്. ഓക്കെ, AST ഫോർ സർക്കംഫറൻഷ്യൽ മൊമെന്റ്. അപ്പൊ ഇവിടെ M θ എന്ന് പറയുന്നത് 7.92 kN ആണ്. ഓക്കെ, അതുപോലെ ഇവിടുത്തെ എഫക്റ്റീവ് ഡെപ്ത് എന്ന് പറയുന്നത് ഞാൻ ഓൾറെഡി പറഞ്ഞു. ടോപ്പ് നിന്ന് ആ മെഷിലെ ബോട്ടം ലെയറിലേക്കുള്ള D ആണ് 160. അപ്പോൾ ടോപ്പ് ലെയറും കഴിഞ്ഞിട്ടാണ് അതിന്റെ മേലെയാണ് നമ്മുടെ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നത്. അപ്പോൾ D എന്ന് പറയുന്നത് 160 മൈനസ് താഴെയുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയന്റെ പകുതി മൈനസ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് അതിന്റെ മേലെ വരുന്ന ടോപ്പ് ലെയർ സ്റ്റീലിന്റെ ഫുൾ ഡയ മൈനസ് ചെയ്യണം. അതിന്റെ മേലെ വെച്ചിരിക്കുന്ന സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയ ഇപ്പൊ 8 mm ആണ് അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡയന്റെ ഹാഫ് മൈനസ് ചെയ്യണം. ഓക്കെ, എന്നാലാണ് നമുക്ക് എഫക്റ്റീവ് ഡെപ്ത് ഈ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുക. അപ്പൊ 160 മൈനസ് 10/2 ഏറ്റവും ബോട്ടം ലെയറിലെ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയന്റെ ഹാഫ് മൈനസ് ടോപ്പ് ലെയറിലുള്ള റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയ മൈനസ് ഏറ്റവും ടോപ്പിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റിന്റെ ഡയന്റെ ഹാഫ്. ഓക്കെ, 141 കിട്ടി. അപ്പൊ ഞാനിവിടെ ചെയ്തിരിക്കുന്ന 8 എടുത്തിരിക്കുന്നത് ഞാൻ അസ്യൂം ചെയ്തതാണ്. അസ്യൂം ഡയമീറ്റർ ഓഫ് സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് ആസ് 8 mm. അങ്ങനെയാണ് ഇപ്പൊ എനിക്ക് 141 കിട്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ 10 ആയിട്ട് അസ്യൂം ചെയ്യാം. 10 ആയിട്ട് അസ്യൂം ചെയ്താൽ ഇവിടെ മൈനസ് 10/2 ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കിനി ഈ ഒരു D വെച്ചിട്ട് ഈ ഒരു മൊമെന്റും വെച്ചിട്ട് നമുക്ക് ഏരിയ ഓഫ് സ്റ്റീൽ ഫൈൻഡ് ഔട്ട് ചെയ്യാം. അപ്പൊ MU is equal to 0.87 FY AST into D into 1 minus AST FY by BDFCK. ഓക്കെ, അപ്പൊ ഇതില് എല്ലാ വാല്യൂസും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഡിന്റെ വാല്യൂ 141 ആണ്. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടും. 7.92 into 10⁻6 is equal to 50908.05 AST minus 7.49 AST square. ഓക്കെ, സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവന്ന് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ AST is equal to 159.30 mm² എന്നുള്ളത് കിട്ടും. AST മിനിമം എന്ന് പറയുന്നത് 222 ആണ്. അപ്പം 222 കുറവാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന റിക്വയർഡ് AST. അപ്പം നമ്മൾ മിനിമം AST തന്നെ റിക്വയർഡ് ആയിട്ട് എടുക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പൊ AST റിക്വയർഡ് ഈസ് ലെസ് ദാൻ AST മിനിമം. therefore adopt AST റിക്വയർഡ് ഈസ് ഈക്വൽ ടു 222 mm². അതായത് മിനിമം AST റിക്വയർഡ് AST ആയിട്ട് നമ്മൾ ഇവിടെ എടുക്കേണ്ടി വന്നു. ഓക്കെ, കാരണം റിക്വയർഡ് AST എന്ന് പറയുന്നത് AST മിനിമത്തിനേക്കാളും കുറവായതുകൊണ്ട്. ഇനി ഇവിടെയുള്ള സ്പേസിംഗ് കണ്ടുപിടിക്കുക. 1000 AS by AST. അപ്പം AS എന്ന് പറയുന്നത് 8 mm ബാറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ 5 into 8² divided by 4 ആണ് വരിക. അപ്പൊ 1000 into 5 into 8² divided by 4 divided by 222. ദാറ്റ് ഈസ് 226.42 എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ ഞാൻ റൗണ്ട് ചെയ്ത് 220 mm എന്നുള്ള രീതിയിൽ എടുക്കും. അപ്പൊ സ്പേസിംഗ് 220 എനിക്ക് കിട്ടി. ഇനി ചെക്ക് ചെയ്യണം ഈ സ്പേസിംഗ് ഓക്കെ ആണോ എന്നുള്ളത്. അപ്പൊ സ്പേസിംഗ് ഷുഡ് നോട്ട് ബി ഗ്രേറ്റർ ദാൻ ലീസ്റ്റ് ഓഫ് ദ ഫോളോയിങ്. 1 220 mm, 2 3D, 3 300. അപ്പൊ ഇതിൽ ചെറുത് 220 തന്നെയാണ്. therefore adopt 220 mm center to center spacing. Okay, provide 8 mm dia bars at 220 mm center to center spacing. അപ്പൊ ഈ ഒരു പർട്ടിക്കുലർ റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഫുള്ള് കൊടുക്കേണ്ട കാര്യമില്ല അല്ലെ, കാരണം നമുക്ക് ഇത് സപ്പോർട്ടിലേക്ക് വരുന്നതാണ്. അപ്പൊ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ മാത്രം കൊടുത്താൽ മതി. അതായത് ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് റിംഗ് മാത്രം ഇത്ര നമ്പർ ഓഫ് റിംഗ്സ് പ്രൊവൈഡ് ചെയ്താൽ മതി. അപ്പൊ അത് എത്ര റിംഗ് ആണെന്നുള്ളത്, കാരണം സർക്കംഫറൻഷ്യൽ ആയതുകൊണ്ട് റിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അപ്പൊ അത് എത്ര റിംഗ് ആണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. ഡെവലപ്മെന്റ് ലെങ്ത് ബൈ സ്പേസിംഗ് പ്ലസ് 1 എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് എത്ര റിംഗ് വേണമെന്നുള്ള ഫൈൻഡ് ഔട്ട് ചെയ്യാം.
ഇപ്പൊ ഡെവലപ്മെന്റ് ലെങ്ത് എന്ന് പറയുന്നത് 0.87 into 5 divided by 4 tau BD. ഓക്കെ, ദാറ്റ് ഈസ് 0.87 into 415. 5 എന്ന് പറയുന്ന ഡയ ആണ്. 8 divided by 4 into tau BD എന്ന് പറയുന്ന ടേബിളിന്റെ അകത്ത് 1.2 ആണ്. M20 ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 60% എക്സ്ട്രാ എടുക്കും into 1.6. ദാറ്റ് ഈസ് 376.09 mm എന്നുള്ള രീതി കിട്ടും. ഓക്കെ, അതായത് നമ്മൾ റിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ബാറിന്റെ ഡൈ ആണ് ഇവിടെ എടുക്കേണ്ടത്. 8 അതുകൊണ്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്പർ ഓഫ് റിംഗ്സ് എന്ന് പറയുന്നത് ഡെവലപ്മെന്റ് ലെങ്ത് 376.09 ഡിവൈഡ് ബൈ സ്പേസിംഗ് എന്ന് പറയുന്നത് 220 ആണ് പ്ലസ് 1. ഓക്കെ, ചെയ്ത് കഴിഞ്ഞാൽ 2.7 നമ്പേഴ്സ് എന്ന് പറഞ്ഞ് കിട്ടും. അപ്പൊ അത് റൗണ്ട് ചെയ്ത് 3 നമ്പേഴ്സ് ആ പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് 3 നമ്പേഴ്സ് ഓഫ് 8 mm ഡയ റിംഗ്. അപ്പൊ 8 mm ഡയന്റെ 3 റിംഗ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ എല്ലാ സ്റ്റീലും ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. സെൻട്രലിൽ മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ സപ്പോർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ട് ടോപ്പ് ലെയറിൽ പ്രൊവൈഡ് ചെയ്യുന്ന റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ്, അതായത് റേഡിയൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് നമ്മൾ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അതിനുശേഷം ഇപ്പൊ സർക്കംഫറൻഷ്യൽ മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. അതായത് 3 നമ്പർ ഓഫ് 8 mm ഡയ, 8 mm 3 ബാർസ് റിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. 3 നമ്പേഴ്സ് റിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. ഓക്കെ, ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ചെക്ക് ഫോർ ഷിയർ ആണ്. നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ സ്ഥിരം ചെയ്യുന്ന സ്റ്റെപ്പാണ്. അപ്പം ഇവിടെ VU, അതായത് ഫ്രാക്ചേർഡ് ഷിയർ ഫോഴ്സ് എന്ന് പറയുന്ന VR, ദാറ്റ് ഈസ് 40.49 kN ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമുക്കറിയാം ടോവി എന്ന് പറയുന്ന K into tau C ആയിട്ട് കമ്പയർ ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ടോവി വാല്യൂ K into tau C വാല്യൂവിനേക്കാളും കുറവായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഷിയറിന്റെ കേസിൽ സേഫ് ആണ്. ഓക്കെ, ഷിയർ ഫോഴ്സിന്റെ കേസിൽ സേഫ് ആണെന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുക. സ്ലാബിന്റെ കേസിൽ നമ്മൾ പ്രത്യേകിച്ച് വേറെ ഷിയർ റീഇൻഫോഴ്സ്മെന്റ് ഒന്നും പ്രൊവൈഡ് ചെയ്യാറില്ല. ഈ ഒരു കൺസെപ്റ്റ് വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുകയാണ് സേഫ് ആണോ ഷിയർ വന്നാൽ എടുക്കാൻ എന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ടോവി വാല്യൂ കണ്ടുപിടിക്കാം. ടോവി വാല്യൂ ഇസ് ഈക്വൽ ടു VU by BD. VU വാല്യൂ 40.49. ഓക്കെ, VU is equal to VR is equal to 40.49. അപ്പൊ അത് കിലോ ന്യൂട്ടണിലാണ്. ന്യൂട്ടണിലേക്ക് ആക്കി 40.49 into 10⁻³ divided by BD, 1000 D 160 mm. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ 0.253 Nm/mm² എന്നുള്ള കിട്ടി. ഇനി ടോവി വാല്യൂ ടോസി മാക്സ് വാല്യൂ ആയിട്ട് കമ്പയർ ചെയ്യുക. ടോസി മാക്സ് എന്ന് പറയുന്നത് 2.8 Nm/mm² ആണ്. അപ്പൊ ടോവി ലെസ് ദാൻ ടോസി മാക്സ്. ഓക്കെ, അപ്പൊ ഓക്കെ ആണ്, സെക്ഷൻ അടക്കിയിട്ടാണ്. അടുത്തത് ടോസി വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം പെർസെന്റേജ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് കണ്ടുപിടിക്കുക. 100 AST by BD, ദാറ്റ് ഈസ് 100 into AST മാക്സിമം വരുന്ന AST എടുക്കാം, 314.15. ഓക്കെ, സെൻട്രൽ സോണിൽ വരുന്നത് ഡിവൈഡ് ബൈ 1000 into 160, ദാറ്റ് ഈസ് 0.196% എന്ന് പറഞ്ഞ് കിട്ടും. ഓക്കെ, ഇനി ഈ ഒരു പെർസെന്റേജിന് കറസ്പോണ്ടിങ് ആയിട്ട് ടേബിൾ 19 നമ്മൾ ടോസി വാല്യൂ എടുക്കണം. അപ്പൊ ടേബിൾ 19 നോക്കിക്കഴിഞ്ഞാൽ M20 ഗ്രേഡിന് കറസ്പോണ്ടിങ് ആയിട്ട് 0.15 0.28 ആണ് ടോസിന്റെ വാല്യൂ. 0.25 0.36 ആണ് വാല്യൂ. നമ്മുടെ വാല്യൂ എന്ന് പറയുന്നത് 0.196 ആണ് പെർസെന്റേജ്. അപ്പൊ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ് ടോസിന്റെ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് ടോസി ഈക്വൽ ടു 0.28, ഇവിടെ തൊട്ട് ഇതുവരെ 0.28 ആണ്, പ്ലസ് എക്സ് എന്നുള്ള രീതിയിൽ എഴുതാം. അപ്പൊ എക്സ് എന്ന് പറയുന്ന സിമിലർ ട്രയാങ്കിൾസിന്റെ കൺസെപ്റ്റ് പ്രകാരം x ഡിവൈഡ് ബൈ 0.196 മൈനസ് 0.15 ഈക്വൽ ടു 0.36 മൈനസ് 0.36 മൈനസ് 0.25, സോറി 0.36 മൈനസ് 0.28. അപ്പോൾ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആയി ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ്, അതായത് 0.25 മൈനസ് 0.15. ഓക്കെ, എക്സ് ഡിവൈഡഡ് ബൈ ഈ ഡിസ്റ്റൻസ് 0.196 മൈനസ് 0.15, ഈ ഡിസ്റ്റൻസ് 0.36 മൈനസ് 0.28 ഡിവൈഡഡ് ബൈ 0.25 മൈനസ് 0.15 ചെയ്ത് കഴിഞ്ഞാൽ എക്സ് കിട്ടും. എക്സ് 0.0368 എന്ന് പറഞ്ഞു കിട്ടും. ടോസി എന്ന് പറയുന്ന 0.28 പ്ലസ് 0.0368, ദാറ്റ് ഈസ് ടോസി വാല്യൂ 0.3168 Nm/mm² എന്നുള്ളത് കിട്ടും. ഓക്കെ, അപ്പൊ ടേബിളിൽ നോക്കിക്കഴിഞ്ഞാൽ ടേബിളിൽ ഓവറോൾ ഡെപ്തിന് കറസ്പോണ്ടിങ് ആയിട്ട് K വാല്യൂ ഉണ്ട്. നമ്മളെ ഓവറോൾ ഡെപ്ത് എന്ന് പറയുന്നത് 185 ആണ്. അപ്പം 200ന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന 1.2 ആണ്. 175ന് കറസ്പോണ്ടിങ് ആയിട്ട് 1.25 ആണ് കോഡ് കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 200 വരെ 1.2 എന്നുള്ള രീതിയിൽ കൊടുക്കാം. ഓക്കെ, 200 കഴിഞ്ഞ് വരുമ്പോൾ 175 ആണ് അടുത്ത വാല്യൂ തന്നിട്ടുള്ളത്. അപ്പൊ അതിന് മുമ്പായിട്ടുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് 1.25 എന്നുള്ള രീതിയിൽ എടുക്കാൻ പറ്റും. ഓക്കെ, ആ വാല്യൂ വരെ. അപ്പം 1.25 K വാല്യൂ ഞാൻ ഇവിടെ എടുത്തു. ആ ടേബിളിൽ നോക്കിയാൽ മതി. അപ്പൊ K 1.25, അപ്പൊ K ഇൻറ്റു ടോസി എന്ന് പറയുന്നത് ടോസി വാല്യൂ 0.3168 ആണ്. അപ്പൊ 1.25 ഇൻറ്റു 0.3168 ചെയ്ത് കഴിഞ്ഞാൽ 0.396 Nm/mm² എന്നുള്ളത്. അപ്പൊ ഇവിടെ ടോവി വാല്യൂ 0.253, K ഇൻറ്റു ടോസി 0.396. ഇതിൽ വലുത്
0.396 തന്നെയാണ്. അപ്പം ഷിയറിന്റെ കേസിൽ സേഫ് ആണ്. ടോ വി വാല്യൂ ലെസ് ദാൻ കെ ഇൻറ്റു ടോ സി, ഹെൻസ് സേഫ് ഇൻ ഷിയർ. ഓക്കെ. സ്റ്റെപ്പ് 8, ചെക്ക് ഫോർ ഡെവലപ്മെന്റ് ലെങ്ത്. ഡെവലപ്മെന്റ് ലെങ്ത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാവുന്നതാണ്. LD = 0.87 FI × 5 ഡിവൈഡ് ബൈ 4 ടോ BD. അപ്പോൾ ഇതിൽ 5 എന്ന് പറയുന്ന 10 ആയിരിക്കും. 0.87 × 415 × 10 ഡിവൈഡ് ബൈ 4 × ടോ BD 1.2, 60% എക്സ്ട്രാ 1.6. അപ്പോൾ LD വാല്യൂ 470.117 mm എന്നുള്ള രീതി കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മളിവിടെ ചെക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ LD 1.3 M1/V + L0നേക്കാളും കുറവാണോ എന്നുള്ളതാണ്. അത് ഉറപ്പ് വരുത്തുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ. LD ഷുഡ് ബി ലെസ് ദാൻ 1.3 M1/V + L0. അസ്യൂമിങ് L0 = 0. അപ്പൊ L0 = 0 വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ അത് സാറ്റിസ്ഫൈ ആവുന്നുണ്ടെങ്കിൽ L0ന് ആവശ്യമില്ലല്ലോ. ഓക്കെ. ഇൻ കേസ് സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ L0ക്ക് നമുക്ക് കറസ്പോണ്ടിങ് വാല്യൂ ഇട്ട് കൊടുത്തിട്ട് സാറ്റിസ്ഫൈ ആക്കാൻ പറ്റുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ M1 = 0.87 FI AST × D × 1 - AST FI/BD FCT ആണ് M1ന്റെ ഇക്വേഷൻ. അപ്പൊ M1 AST നമ്മുടെ മാക്സിമം AST നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ D 160. ഓക്കെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് M1 എത്രയാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ. M1 വാല്യൂ = 0.87 FI AST × D. ഓക്കെ. -1 - AST FI/BD FCT. എല്ലാ വാല്യൂസും കൊടുത്തു. ഓക്കെ. FI 415, AST 314.15 മെഷർ ആയിട്ട് കൊടുത്തിരിക്കുന്ന റീഇൻഫോഴ്സ്മെന്റിന്റെ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നതാണ് ഏരിയയാണ്. അപ്പൊ നിങ്ങൾ ചിലപ്പം കുറവായിരിക്കും, ഇപ്പം 302 ആയിരിക്കും ചിലപ്പം ചില ആൾക്കാരത് എടുത്തിരിക്കുന്ന റൗണ്ട് ചെയ്തിരിക്കുന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്. ഓക്കെ. സ്പേസിംഗ് റൗണ്ട് ചെയ്തിരിക്കുന്നതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു വാല്യൂ വരിക. ഓക്കെ. എനിക്കിവിടെ 314.15 ആണ്. ഓക്കെ. D വാല്യൂ 160, 1 - AST 314.15, FI 415, B 1000, D 160, FCK 20. അപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ M1 വാല്യൂ എനിക്ക് കിട്ടുന്നത് 17.40 kN. ഓക്കെ. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1.3 M1/V, 1.3 × M1, 17.40 × 10⁻⁶ kN ന്യൂട്ടൺ mm ആക്കി, ഡിവൈഡഡ് ബൈ P 40.49 × 10⁻3. ഓക്കെ. 40.49 kN ആണ്. അപ്പോൾ അതിനെ ന്യൂട്രലാക്കി ചെയ്ത് കഴിഞ്ഞാൽ 558.656 mm എന്നുള്ള രീതിയിൽ കിട്ടും. അപ്പൊ LD എന്ന് പറയുന്നത് 470.117 ആണ്. അപ്പൊ ആ വാല്യൂ 470.117 ഈസ് ലെസ് ദാൻ 1.3 M1/V + L0. അതായത് 558.656നേക്കാളും കുറവാണ് 470. അപ്പൊ LD കുറവാണ്. നമ്മൾ പറഞ്ഞിരിക്കുന്ന ചെക്ക് ഓക്കെയാണ്. ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ കേസും ഓക്കെയാണ്. ഹെൻസ് ഇൻ കേസ് ഇവിടെ സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഇത് അഡ്ജസ്റ്റ് ആക്കാനുള്ള ഒരു രണ്ട് രീതി എന്ന് പറയുന്നത്, ഒന്ന് L0 കൊടുക്കാം. നമുക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് സപ്പോർട്ടിന്റെ സെന്റർ എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമ്മൾ L0 എന്നുള്ള രീതിയിൽ എടുക്കുക. അപ്പൊ അവിടെ എത്ര പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് നമുക്ക് കൊടുത്താൽ സാറ്റിസ്ഫൈ ആവുന്നുണ്ടോ നോക്കാം. വേറൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഡയമീറ്റർ കുറയ്ക്കുക. ഓക്കെ. അപ്പോൾ നമുക്ക് LD 10 mm കറസ്പോണ്ടിങ് ആയിട്ടാണ്. അപ്പൊ മെഷായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ് പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ ഈ 470 ഇവിടെ വരുന്ന സ്ഥാനത്ത് 300 സംതിങ്ങേ വരുള്ളൂ. ഓക്കെ. 8 mm ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ ഈ കണ്ടീഷൻ ചിലപ്പോൾ സാറ്റിസ്ഫൈ ആവുമായിരിക്കും. അപ്പൊ അങ്ങനെ സാറ്റിസ്ഫൈ ആവാം. മാക്സിമം ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ കണ്ടീഷൻ ഓക്കെ ആയിരിക്കും. ഇല്ലെങ്കിലുള്ള പോസിബിലിറ്റീസ് ആണ്, അത് അഡ്ജസ്റ്റ് ആക്കാനുള്ള പോസിബിലിറ്റീസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. അങ്ങനെയൊക്കെ ചെയ്താൽ ഇത് റെഡി ആവും എന്നുള്ളതാണ് പറഞ്ഞത്. ഒന്ന് L0ക്ക് വാല്യൂ കൊടുക്കുക. അപ്പം തന്നെ ഓൾമോസ്റ്റ് ഇൻ കേസ് എന്തെങ്കിലും ഈ കണ്ടീഷനിൽ വന്നില്ലെങ്കിൽ കൂടി ശരിയാവും. ഓക്കെ. അതും പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ഡയമീറ്റർ കുറച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ. ഇത് അത്ര ഇമ്പോർട്ടന്റ് അല്ല ഈ ഒരു പർട്ടിക്കുലർ സ്റ്റെപ്പ്. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ നോക്കിയിട്ടേ ചെയ്യേണ്ട കാര്യമുള്ളൂ. ഓക്കെ. മാർക്ക് ഉണ്ട്, എന്നാലും ഇപ്പം ടോട്ടൽ 15 മാർക്കിലാണെങ്കിൽ 2 മാർക്കൊക്കെ ഡെവലപ്മെന്റ് ലെങ്ത്തിന്റെ ചെക്കിന് ചിലപ്പം വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ ടൈം ഉണ്ടെങ്കിൽ മാത്രം നോക്കിയിട്ട് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യുകയാണെങ്കിൽ സ്കിപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റെപ്പാണ്. ഓക്കെ. ടൈം ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ചെയ്യണം. 15 മാർക്കിൽ 15 മാർക്ക് കിട്ടണമെങ്കിൽ ഈ സ്റ്റെപ്പ് ചെയ്താൽ കിട്ടും. അപ്പൊ ഇവിടെ നമുക്ക് ഫിഗർ വരയ്ക്കാം. നമ്മളിപ്പോ എല്ലാം ഡിസൈൻ ചെയ്തു. ഇപ്പം ഈ ഒരു സർക്കുലർ സ്ലാബ്, അതിന്റെ ഡയമീറ്റർ അതിന്റെ തിക്നെസ് നമ്മൾ എടുത്തു. അതായത് ഓവറോൾ ഡെപ്ത്, എഫക്റ്റീവ് ഡെപ്ത്, അതുപോലെ തന്നെ അതിൽ സെന്ററിൽ മെഷായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഇൻഫോഴ്സ്മെന്റ്, സപ്പോർട്ടിൽ റേഡിയൽ ഡയറക്ഷനിൽ കൊടുക്കേണ്ട റീഇൻഫോഴ്സ്മെന്റ്, സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിൽ കൊടുക്കേണ്ട റീഇൻഫോഴ്സ്മെന്റ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തു. ഓക്കെ. അതിനനുസരിച്ചിട്ട് നമുക്ക് റീഇൻഫോഴ്സ്മെന്റ് ഡിസ്ട്രിബ്യൂഷൻ നമുക്ക് വരയ്ക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിപ്പോ നമ്മുടെ പാർഷ്യലി ഫിക്സ്ഡ് ഞാൻ ഈ ഒരു രീതിയിൽ വരയ്ക്കുകയാണ്.
ഓക്കെ, ജസ്റ്റ് ഈ ഒരു രീതിയിൽ പാർഷ്യലി ഫിക്സ്ഡ് വരയ്ക്കുന്നു. ഓക്കെ, ഔട്ട്ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ഇതിന്റെ സ്പാൻ, ഇന്റീരിയർ സ്പാൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്ലിയർ സ്പാൻ എന്ന് പറയുന്നത് 6.1 മീറ്റർ ആണ്. അത് ഞാൻ കാണിച്ചു. സെന്ററിൽ നിന്ന് കറസ്പോണ്ടിങ് ആയിട്ട് സപ്പോർട്ടിന്റെ ഫേസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 3.05 മീറ്റർ ആണ്. ഓക്കെ, അതായത് 6.1ന്റെ ഹാഫ്. അത് ഞാൻ ഈ ഫിഗറിൽ കാണിച്ചു. ഓക്കെ, എന്നിട്ട് ഏറ്റവും ബോട്ടത്തിൽ നമ്മുടെ ബോട്ടം ലെയറിലെ റീഎൻഫോഴ്സ്മെന്റ്, അതിന്റെ മേലെ മെഷ് ആയിട്ടുള്ളതിന് ടോപ്പ് ലെയർ റീഎൻഫോഴ്സ്മെന്റ്. ഓക്കെ, അതായത് ഈ സ്പേസ് കാണുന്നത് ടോപ്പ് ലെയർ ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ആണ്. ടോപ്പ് ലെയർ ഓഫ് റീഎൻഫോഴ്സ്മെന്റ് ആണ്. അതിന്റെ താഴെ നമ്മുടെ ബോട്ടം ലെയർ റീഎൻഫോഴ്സ്മെന്റ്. ഓക്കെ, മെഷ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, അതിന്റെ മേലെ നമ്മുടെ സർക്കംഫറൻഷ്യൽ റീഎൻഫോഴ്സ്മെന്റ് ആണ് സപ്പോർട്ടിലേക്ക് വരുന്നത്. ഓക്കെ, അപ്പം ഇവിടെ മെഷായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റീഎൻഫോഴ്സ്മെന്റ് ഞാൻ മാർക്ക് ചെയ്തു. ബോട്ടത്തിലുള്ള റീഎൻഫോഴ്സ്മെന്റ്, ടോപ്പിലുള്ള റീഎൻഫോഴ്സ്മെന്റ് മെഷായി. ഓക്കെ, അപ്പൊ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. 10 mm ഡയമീറ്റർ ബാസ് അറ്റ് 250 mm സെന്റർ ടു സെന്റർ. ഓക്കെ, മെഷ് മാർക്ക്. ഇനി അതിന്റെ മേലെ നമുക്ക് സർക്കംഫറൻഷ്യൽ റീഎൻഫോഴ്സ്മെന്റ് സപ്പോർട്ടിൽ 3 റിങ്സ് ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. 3 റിങ്സ് 220 mm സെന്റർ സ്പേസിംഗിൽ. അപ്പോൾ ഇതിന്റെ മേലെ നമ്മളിപ്പോ ആ 3 റിങ്സ് മാർക്ക് ചെയ്തു. അതിന്റെ സ്പേസിംഗ് 220 mm. ഓക്കെ, 3 rings of 8 mm diabars at 220 mm സെന്റർ ടു സെന്റർ. ഓക്കെ, അപ്പം ഇതിനേക്കാളും കുറച്ച് സ്പേസിംഗ് കുറച്ചിട്ട് മാർക്ക് ചെയ്യാം. ഇപ്പൊ 220 mm സെന്റർ ടു സെന്റർ സ്പേസിംഗ് ആണ് അതിൽ. ഓക്കെ, 3 റിങ് അവിടെ മാർക്ക് ചെയ്തു. അതിനുശേഷം നമുക്ക് സപ്പോർട്ടിലേക്ക് വരുമ്പോൾ റേഡിയൽ ഡയറക്ഷനിൽ മൊമെന്റ് ഉണ്ട് അല്ലെ. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടിയ റീഎൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത് 10 mm ഡയമീറ്റർ ബാസ് അറ്റ് 300 mm സെന്റർ ടു സെന്റർ ആണ്. അപ്പൊ റേഡിയൽ ഡയറക്ഷനിൽ മാർക്ക് ചെയ്തു 10 mm ബാർ ആണ്, 300 mm സെന്റർ ടു സെന്റർ സ്പേസ്. ഓക്കെ, ടോപ്പ് ലെയറിൽ കൊടുത്തിരിക്കുന്നത്, അതായത് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഈ ടോപ്പ് ലെയറിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ ടോപ്പ് ലെയറിൽ കൊടുക്കുന്നത് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ കൊടുക്കേണ്ടതായിട്ടുള്ളൂ അല്ലെ. അതായത് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് വരുന്നത് ഞാൻ നിങ്ങൾക്ക് ഫിഗർ വരച്ചപ്പം, അതായത് ഇക്വേഷൻ എഴുതിയ സമയത്ത്, ടേബിൾ വരച്ച് ഇക്വേഷൻ എഴുതിയ സമയത്ത്, ആ ഫിഗർ വരച്ച സമയത്ത് ബെൻഡിങ് മൊമെന്റ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്ന് പറയുന്നത് എന്താ? ബെൻഡിങ് മൊമെന്റ് 0 ആവുന്ന പോയിന്റ്, അതായത് സൈൻ ചേഞ്ച് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റ്. അപ്പൊ ഇതിന്റെ മിഡ് സ്പാനിലൊക്കെ ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത്, റേഡിയൽ ഡയറക്ഷനിലുള്ള ബെൻഡിങ് മൊമെന്റ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ് അല്ലെ. മിഡ് സ്പാനിൽ പോസിറ്റീവ് ആണ്. എന്നാൽ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ അത് പോസിറ്റീവ് ആയിരിക്കുള്ളൂ. അതിനുശേഷം അത് നെഗറ്റീവ് ആയി മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ നെഗറ്റീവ് ആവുന്ന ആ ഒരു കറസ്പോണ്ടിങ് പോയിന്റിന് നമ്മൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എന്നാണ് പറയാം. ഓക്കെ, അപ്പൊ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ നമ്മുടെ ഈ പാർഷ്യലി റിസ്ട്രെയിൻഡ് കണ്ടീഷനിൽ വരുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് √2/3 R എന്നുള്ളതാണ്. ഓക്കെ, സെന്ററിന് √2/3 R എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ ആ ഫിഗർ ഓർക്കുന്നുണ്ടാവും വിചാരിക്കുന്നു. പറഞ്ഞത് സെന്റർ ഓഫ് ആ പർട്ടിക്കുലർ സ്ലാബിന്റെ സെന്ററിന് √2/3 R മാറിയിട്ടാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ വരുന്നത്. ഓക്കെ, അപ്പൊ അതായത് 0 ബെൻഡിങ് മൊമെന്റ് വരുന്നത് ഈ സ്ലാബിന്റെ സെന്ററിന് 2.55 മീറ്റർ മാറിയിട്ടാണ്. ഈ ഒരു സ്ഥലത്താണ് 0 ബെൻഡിങ് മൊമെന്റ് വരുന്നത്. അതിന്റെ ഇപ്പുറത്തേക്ക് നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്, അതിന്റെ ഇപ്പുറത്തേക്ക് പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. ഓക്കെ, മനസ്സിലായോ? സപ്പോർട്ടിന്റെ അവിടുന്ന് ഈ സെന്ററിന് 2.55 ഡിസ്റ്റൻസ് വരെ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. അത് കഴിഞ്ഞാൽ പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. അതായത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ വരുന്നത് ഈ ഒരു പർട്ടിക്കുലർ സ്ലാബിന്റെ സെന്ററിന് 2.55 മാറിയിട്ടാണ്. അതായത് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ ഞാൻ ഇവിടെ ഫൈൻഡ് ഔട്ട് ചെയ്തു. √2/3 R എന്ന് പറയുന്നത് ഫ്രം സെന്റർ ദാറ്റ് ഈസ് 2.55 മീറ്റർ ആണ്. ഓക്കെ, അപ്പൊ സെന്ററിന് 2.55 മീറ്ററിലാണ് പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ. അപ്പൊ ആ ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തു. അപ്പൊ ഈ ടോപ്പിൽ കൊടുക്കുന്ന റീഎൻഫോഴ്സ്മെന്റ് ഉണ്ടല്ലോ റേഡിയൽ ഡയറക്ഷനിൽ, ആ 2.55 എവിടെയാണോ ഉള്ളത് അതിനേക്കാളും കുറച്ചും കൂടി ഒന്ന് നീട്ടി ഇങ്ങോട്ട് ഇടണം. ഓക്കെ, 2.55 ഇപ്പൊ ഇവിടം വരെയാണെങ്കിൽ അതിനേക്കാളും കുറച്ചും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമ്മൾ ആ എക്സ്റ്റെൻഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കർട്ടെയിൽമെന്റിന്റെ കേസിൽ നമ്മൾ TCS 1 പഠിച്ചിരുന്നു. അപ്പൊ അത് ഡീറ്റെയിൽ ആയിട്ട് എത്രയാ ഡിസ്റ്റൻസ് എക്സ്റ്റെൻഡ് ചെയ്യേണ്ടതെന്നൊന്നും കൊടുക്കണ്ട. ഇവിടെ ജസ്റ്റ് നമ്മൾ ഈ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സർ എവിടെയാണോ വരുന്നത് അതിനേക്കാളും കുറച്ച് കൂട്ടിയിടുക. അപ്പൊ ഈ ഒരു പോർഷനിൽ നെഗറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആണ്. ഇവിടെ എത്തുമ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിൽ എത്തിയും പോസിറ്റീവ് ബെൻഡിങ് മൊമെന്റ് ആയി മാറി. എന്നാലും കുറച്ചും കൂടി അവിടെ ലെങ്ത്തിൽ എന്ത് ചെയ്യുക, ഇൻക്രീസ് ചെയ്ത് കൊടുക്കുക. ഇതുവരെ മതിയെങ്കിൽ കൂടി കുറച്ചൊന്നും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ട് കൊടുക്കുക ടോപ്പിലുള്ള റീഎൻഫോഴ്സ്മെന്റ്. ഓക്കെ, അതുകൊണ്ടാണ് ഈ ഒരു ഡിസ്റ്റൻസിൽ സ്റ്റോപ്പ് ചെയ്ത് 2.5 കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്ത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഫുൾ സ്പാനിൽ അത് ആവശ്യമായിട്ടില്ല. ഓക്കെ, ഫുൾ സ്പാനിൽ കൊടുക്കാത്ത അതുകൊണ്ടാണ് സപ്പോർട്ടിൽ മാത്രം നമ്മൾ ടോപ്പ് ലെയറിൽ കൊടുത്താൽ മതി. ഓക്കെ, ആ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സറിന്റെ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലെക്സറിന്റെ അവിടുന്ന്
സപ്പോർട്ടിലേക്കാണ് ഈ ഒരു പർട്ടിക്കുലർ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അതായത് ബോട്ടത്തിലെ മെഷ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ്, അതാണ് ഈ റൗണ്ട് കാണുന്ന ബോട്ടം ലെയർ ആണ്. അതിന്റെ മേലെ ലൈൻ ആയിട്ട് വരച്ചിരിക്കുന്ന ടോപ്പ് ലെയർ, അതിന്റെ മേലെ സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് സപ്പോർട്ടിൽ 3 റിംഗ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞിരുന്നു, അത് കൊടുത്തു. അതിന്റെ മേലെ, അതായത് ടോപ്പ് ലെയറിൽ ടെൻഷൻ സോണിൽ സപ്പോർട്ടിൽ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ള, അതായത് റേഡിയൽ ബെൻഡിങ് മൊമെന്റ്, നെഗറ്റീവ് റേഡിയൽ ബെൻഡിങ് മൊമെന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 10 mm ഡയാബാസ് 300 mm സെന്റർ ടു സെന്റർ, അത് മാർക്ക് ചെയ്തു. ഓക്കെ, അത് എത്ര ഡിസ്റ്റൻസ് വരെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണം എന്ന് പറഞ്ഞാൽ സെന്ററിന് 2.55 മീറ്റർ എത്രയാണോ വരുന്നത്, ഓക്കെ, ആ പോയിന്റ് മാർക്ക് ചെയ്തതിന് ശേഷം ഈ സപ്പോർട്ടിൽ നിന്ന് ആ ഡിസ്റ്റൻസ്, ആ കറസ്പോണ്ടിങ് പോയിന്റ് ക്രോസ് ചെയ്ത് വരുന്ന രീതിയിൽ, അതിനേക്കാളും കുറച്ചും കൂടി ഇപ്പുറത്തേക്ക് സെന്ററിനോട് ചേർന്ന് വരുന്ന രീതിയിൽ ഈ കറസ്പോണ്ടിങ് പോയിന്റിന്റെ അവിടുന്ന് സെന്ററിലേക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വേണം രണ്ട് സൈഡിലും നമ്മൾ മെയിൻ റീഇൻഫോഴ്സ്മെന്റ്, അതായത് റേഡിയൽ ഡയറക്ഷനിലുള്ള നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ മെഷ് മാർക്ക് ചെയ്തു 10 mm ഡയാബാസ് 250 mm സെന്റർ ടു സെന്റർ, റിംഗ് മാർക്ക് ചെയ്തു 3 rings of 8 mm ഡയാബാസ് 220 mm സെന്റർ ടു സെന്റർ. അതുപോലെ തന്നെ ഈ ടോപ്പ് ലെയറിലുള്ള റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് മാർക്ക് ചെയ്തു 10 mm ഡയാബാസ് 300 mm സെന്റർ ടു സെന്റർ. അതുപോലെ നമുക്കിവിടെ ടോപ്പില് സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് ശരിക്കും ആവശ്യമില്ല, എന്നാൽ ഇതിനെ ഹാങ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ട് ഹാങ്ങിങ് ബാസ് എന്നുള്ള രീതിയിൽ നമ്മൾ സിംപ്ലി സപ്പോർട്ടിന്റെ കേസിൽ ഇതുപോലെ പ്രൊവൈഡ് ചെയ്തിരുന്നു അല്ലെ. അതായത് 0.1L ഡിസ്റ്റൻസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ടോപ്പിൽ റീഇൻഫോഴ്സ്മെന്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ആ കൊടുത്തതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഹാങ്കർ ബാസ് കൊടുത്തിരുന്നു. അപ്പം ഈ സർക്കംഫറൻഷ്യലി ടോപ്പിൽ കൊടുക്കുന്ന ബാസ് ഹാങ്കർ ബാസ് ആണ്. അപ്പോൾ ഞാനത് ഹാങ്കർ ബാസ് എന്ന് മാർക്ക് ചെയ്തു. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. 6.1 3.05 സെന്ററിലേക്ക് ഡിസ്റ്റൻസ് ആണ്, 180 ഓവറോൾ ഡെപ്ത് ആണ്. ഓക്കെ, പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ കണ്ടുപിടിച്ചിട്ടാണ് ഈ ഫിഗറിൽ ഇത് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിന്റെ പ്ലാൻ വരയ്ക്കുകയാണെങ്കിൽ, ബോട്ടം സെക്ഷണൽ പ്ലാനും ടോപ്പ് സെക്ഷണൽ പ്ലാനും വരയ്ക്കുകയാണെങ്കിൽ, ആദ്യം ഒരു സർക്കുലർ പ്ലാൻ വരച്ചു. ഓക്കെ, സർക്കുലർ പോർഷൻ വരച്ചു. അതിനുശേഷം ഇതിന്റെ കവർ, ഒരു പർട്ടിക്കുലർ കവർ വിട്ടിട്ട് ഉള്ളില് ഒരു സർക്കിളും കൂടി വരച്ചു. ഓക്കെ, അപ്പം ഒരു പർട്ടിക്കുലർ കവർ മാറിയിട്ട് നമ്മുടെ റീഇൻഫോഴ്സ്മെന്റിന്റെ, അതായത് സർക്കുലർ റീഇൻഫോഴ്സ്മെന്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇനി ഇതിന്റെ കറക്റ്റ് ഹാഫിൽ ഞാൻ ഡിവൈഡ് ചെയ്തു. ഇനി ഇതിന്റെ ഈ പോർഷനിൽ ലെഫ്റ്റ് സൈഡിൽ ഞാൻ ബോട്ടം സെക്ഷണൽ പ്ലാനും റൈറ്റ് സൈഡിൽ ടോപ്പ് സെക്ഷണൽ പ്ലാനുമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ബോട്ടം സെക്ഷണൽ പ്ലാൻ എന്ന് പറയുന്നത് ഈ ബോട്ടത്തിൽ കാണുന്ന കാര്യങ്ങൾ, ഓക്കെ, അതായത് ന്യൂട്രൽ ആക്സിസിന്റെ താഴോട്ട് കാണുന്ന കാര്യങ്ങൾ. അതുപോലെ ടോപ്പ് സെക്ഷണൽ പ്ലാൻ എന്ന് പറയുമ്പോൾ ന്യൂട്രൽ ആക്സിസിന്റെ ടോപ്പിലേക്ക് കാണുന്ന കാര്യങ്ങൾ. അവിടെ ഈ ഒരു റീഇൻഫോഴ്സ്മെന്റിന്റെ മാത്രമേ ടോപ്പിൽ കാണുള്ളൂ. ഓക്കെ, അപ്പൊ ഞാൻ അത് വരയ്ക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ ഒരു സൈഡിൽ മെഷ് ആയിട്ട് റീഇൻഫോഴ്സ്മെന്റ് വേണം അല്ലെ. അപ്പൊ മെഷ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് ബോട്ടത്തിൽ, അപ്പൊ ഈ രണ്ട് റീഇൻഫോഴ്സ്മെന്റ്, ഈ താഴെയുള്ള ലെയറും ടോപ്പിലുള്ള ലെയറുമാണ് ഈ വരച്ചിരിക്കുന്നത്, മെഷ് ആയിട്ട് വരച്ചിരിക്കുന്നത്. ഓക്കെ, എക്സ് ആക്സിസിനും വൈ ആക്സിസിനും കറസ്പോണ്ടിങ് ആയിട്ട് വരച്ചിരിക്കുന്നത്. അപ്പൊ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കറസ്പോണ്ടിങ് ആയിട്ട് 10 mm ഡയാബാസ് 250 mm സെന്റർ ടു സെന്റർ. ഓക്കെ, അതാണ് ഇവിടെ മാർക്ക്. അതിനുശേഷം നമുക്ക് ഇവിടെ 3 റിങ് വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഒരു റിങ് നമുക്ക് ഈ ഔട്ടർ റിങ് ആയിട്ട് എടുക്കാം. രണ്ടാമത്തത് പർട്ടിക്കുലർ 220 mm മാറിയിട്ട് അടുത്ത റിങ് വരുന്നുണ്ട്. മൂന്നാമത്തെ റിങ് വരുന്നുണ്ട്. 3 റിങ് ബോട്ടം ലെയറിൽ വരുന്നുണ്ട്, മെഷ് കൂടാതെ അല്ലെ, സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. 3 rings of 8 mm ഡയാബാസ് at 220 mm സെന്റർ ടു സെന്റർ. 8 mm ഡയാബാസിന്റെ 3 റിംഗ് ആണ് 220 mm സെന്റർ ടു സെന്ററിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പേസിംഗ് എന്ന് പറയുന്നത് 220 ആണ്. 3 റിംഗ് പ്രൊവൈഡ് ചെയ്തു. ഓക്കെ, ഇതാണ് ബോട്ടത്തിൽ വരുന്ന റീഇൻഫോഴ്സ്മെന്റ്. അത്രയല്ലേ ഉള്ളൂ. ഈ മെഷ് ആയിട്ട് വരുന്നതും അതിന്റെ മേലെ വരുന്ന സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ്, അത് മാർക്ക്. ഓക്കെ, ഇനി അടുത്ത ടോപ്പ് സെക്ഷണൽ പ്ലാനിൽ വരുന്നത് നമ്മുടെ റേഡിയൽ ഡയറക്ഷനിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റും അതുപോലെ തന്നെ ഈ സർക്കംഫറൻഷ്യലി കൊടുക്കുന്ന ഹാങ്കർ ബാസുമാണ്. ജസ്റ്റ് അത് ഹാങ് ചെയ്ത് നിർത്താൻ വേണ്ടി. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് 3 റിങ് തന്നെ കൊടുത്തിട്ടുണ്ട് ഹാങ് ചെയ്ത് നിർത്താനായിട്ട്. ഈ ഒരു ഡിസ്റ്റൻസ്, ഈ ഒരു റേഡിയൽ ബാസ് റേഡിയൽ ഡയറക്ഷനിലാണ്. നിങ്ങൾക്കറിയാം, മെഷ് പോലെ കൊടുക്കുന്ന സ്ട്രെയിറ്റ് ആണ്, എക്സ് ആക്സിസ് വൈ ആക്സിസ് കറസ്പോണ്ടിങ് ആയിട്ടാണ്. റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് റേഡിയൽ ഡയറക്ഷനിലാണ്. ഓക്കെ, നമ്മൾ ആ ഒരു തുടക്കത്തിൽ ആ തിയറി പറഞ്ഞ സമയത്ത് റേഡിയൽ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് വരെ ഈ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് വരുന്നത്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഇവിടെ സെന്ററിന് 2.55 എവിടെയാണോ അതിന്റെ അവിടെ നിന്ന് കുറച്ചിങ്ങോട്ട് കയറ്റി നിർത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പം ഈ 2.55ലാണ് 0 ബെൻഡിങ് മൊമെന്റ് വരുന്നത്. ബെൻഡിങ് മൊമെന്റ് ചേഞ്ച് ചെയ്യുന്ന കറസ്പോണ്ടിങ് പോയിന്റ്. അതിന്റെ അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ഈ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് നിർത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പൊ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് ഡീറ്റെയിലിംഗ് 10 mm ഡയമീറ്റർ ബാസ് 300 mm സെന്റർ ടു. അപ്പൊ ടോപ്പിൽ ഇത് മാത്രമാണ് കാണുന്നുള്ളൂ, ഈ 2 ബാസ് മാത്രമേ കാണൂ.
ഓക്കെ, അപ്പൊ ഇവിടെ പോയിന്റ് ഓഫ് കോൺട്രാഫ്ലക്ഷൻ ആണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ള 2.5. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഫിഗറിൽ വരച്ചിരിക്കുകയാണ്. ഓക്കെ, ബോട്ടം ലെയറിലുള്ള മെഷ്, അതിന്റെ മേലെയുള്ള സർക്കംഫറൻഷ്യൽ റീഇൻഫോഴ്സ്മെന്റ് ബോട്ടത്തിൽ, ടോപ്പ് ലെയറിൽ സപ്പോർട്ടിലേക്ക് വരുമ്പോൾ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ്, അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹാങ് ഓവർ. ഓക്കെ, ആ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് എത്ര ഡിസ്റ്റൻസ് വരെ പ്രൊവൈഡ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്ററിന് 2.55 മാറിയിട്ടുള്ള കറസ്പോണ്ടിങ് പോയിന്റ് വരെ സപ്പോർട്ട് ഇങ്ങോട്ട് പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. എന്നാലും നമ്മൾ കുറച്ചും കൂടി സെന്ററിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് ടോപ്പിലുള്ള റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് നിർത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ഒരു പർട്ടിക്കുലർ പാർഷ്യലി റിസ്ട്രെയിൻഡ് ഡിസൈൻ വരുന്നത്. ഇതേപോലെ തന്നെയാണ് ഫിക്സ്ഡിന്റെ കേസ് വരുന്നത്. ഫിക്സ്ഡിന്റെ കേസിൽ നമുക്കറിയാം അവിടെ സെന്ററിൽ മെഷ് പോലെ തന്നെ പ്രൊവൈഡ് ചെയ്യും. സപ്പോർട്ടിൽ വരുമ്പോൾ അവിടെ സർക്കംഫറൻഷ്യൽ മൊമെന്റ് 0 ആണ്. എന്നിരുന്നാലും നമ്മൾ ഈ ഒരു ബാർ മാത്രം കൊടുക്കും, ഒറ്റ ബാർ. സർക്കംഫറൻസ് 0 ആണെങ്കിൽ കൂടി ഫിക്സ്ഡ് എൻഡ് കണ്ടീഷനിൽ ഒരു ബാർ കൊടുക്കും. ഓക്കെ, പിന്നെ റേഡിയൽ റീഇൻഫോഴ്സ്മെന്റ് ഇപ്പം കൊടുത്തിരിക്കുന്ന പോലെ ടോപ്പിൽ കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ.